ഗുഡ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇനിയുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇനി ചർച്ച ചെയ്യുക. USSന് 20 മാർക്കിൻ്റെ ചോദ്യമാണ് കണക്കിലുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഒരു ചിത്രമാണ്. ആ ചിത്രം ഇതാ ഒരു റെക്റ്റാങ്കിളാണ് വരയ്ക്കുന്നത്. റഫായിട്ട് വരച്ചാൽ മതി. റെക്റ്റാങ്കിൾ. ആ റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് 2 സ്ക്വയേഴ്സ് ആയിട്ട് മാറുകയാണ്. റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ മേലെ 2 തുല്യ സ്ക്വയേഴ്സാണ്, അടിയിൽ 3 തുല്യമായ സ്ക്വയേഴ്സാണ്. ഇപ്പം ചോദ്യത്തിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ പറയാം. അവരെങ്ങനെ പറയാന്നറിയാം? ഒരു ചതുരം ABCD, റെക്റ്റാങ്കിൾ ABCD എന്ന് പറയും. റെക്റ്റാങ്കിൾ ABCDയിൽ ഈ രീതിയിൽ ഇതിനെ 5 സമചതുരങ്ങളായി സ്ക്വയേഴ്സ് ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. നമ്പർ 1, 2, 3, 4, 5 5 സ്ക്വയേഴ്സ് ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. എന്നിട്ടോ ഈ ഒരു സ്ക്വയറിനെ മാത്രം ഇവർ ഷെയ്ഡ് ചെയ്യും. ഈ ഒരു സ്ക്വയറിനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഈ ഷെയ്ഡ് ചെയ്തതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ അത് നിങ്ങൾക്ക് തരികയാണ്. 144 സെന്റിമീറ്റർ സ്ക്വയറാണ്. പരപ്പളവ് ചതുരശ്ര സെന്റിമീറ്ററിലാണ് പറയുക, അല്ലെങ്കിൽ ചതുരശ്ര മീറ്ററിലാണ്, അല്ലെങ്കിൽ CM സ്ക്വയറിലാണ് പറയാറ്. ഇതിൻ്റെ പരപ്പളവ് ഏരിയ 144 സെന്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇതിൻ്റെ മുഴുവൻ ഏരിയ എത്രയാണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ മുഴുവൻ ഏരിയ എത്രയാണ്? സ്റ്റാർട്ട് ചെയ്തോളൂ, ആൻസർ ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ടൈപ്പ് ചെയ്യാനുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ആൻസർ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഹിസ? യെസ്. എത്രയാണ് കുട്ടികൾ ആൻസർ ടൈപ്പ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ആൻസർ 576 എന്ന ആൻസർ തെറ്റാണെന്ന് ആ കുട്ടികളോട് പറയൂ ഹിസ. 576 എന്ന ആൻസർ തെറ്റാണ്. ഓപ്ഷനിലുള്ള ആളുകളൊക്കെ വായിക്കാം. ഓപ്ഷനിലുള്ളത് 576 ഉണ്ട്, എന്നിട്ട് അത് ശരിയാണെന്നില്ലല്ലോ. ഓപ്ഷനിൽ 480 ഉണ്ട്, ഓപ്ഷനിൽ 432 ഉണ്ട്, ഓപ്ഷനിൽ 288 ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സ്വീകരിക്കാവൂ, കാരണം ഓപ്ഷനിൽ അതേ ഉള്ളൂ. നമ്മുടെ ആൻസർ 480 ആണ്. 480 ആണ് നമ്മുടെ ആൻസർ. ഋതുനന്ദ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഈ ആൻസർ 480 കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിവിടെ വിശദീകരിക്കണോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാമോ? ഇങ്ങനെ ഒരു ചോദ്യം വരും. ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരാതിരിക്കില്ല. ഇത്തരത്തിലൊരു ചോദ്യം അത് പല ടൈപ്പായിട്ട് വരാറുണ്ട്. ചോദ്യം ഇതാണ്: ആദ്യം ഒരു റെക്റ്റാങ്കിളിൽ ഇങ്ങനെ 1, 2, 3, 4, 5 സ്ക്വയേഴ്സ് ആക്കി മാറ്റി. മേലത്തെ 2 തുല്യമാണെന്ന് ചിത്രം കണ്ടാൽ അറിയാം, താഴത്തെ 3 വേറെ തന്നെ തുല്യമാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഇതിന്റെ 144 തന്നാൽ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ 144 തന്നാൽ ആ 144ന്റെ സ്ക്വയർ റൂട്ടായ 12 ആയിരിക്കുമല്ലോ ഇവിടെ ഉള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. ഇനി ഹെസയാണ് മറുപടി പറയേണ്ടത്. ഓവർസ്റ്റായ കുട്ടികൾ മറുപടി പറയണം. ബാക്കിയുള്ള കുട്ടികൾ കമന്റ് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്താൽ മതി. 144 ഇതെങ്ങനെ 12ലേക്ക് വന്നു? ഒരു കുട്ടി പറയും.
144 സ്ക്വയർ ആണ് 12. 140 സ്ക്വയർ റൂട്ട് ആണ് 12. 144ന്റെ വർഗ്ഗമൂലമാണ് 12. അപ്പോൾ നമുക്കൊരു സൈഡ് കിട്ടി. ഈ 12 വെച്ച് കയറി പോകണം. ഇവിടെ 12 ആണെങ്കിൽ ഉറപ്പല്ലേ ഇവിടെയും 12 ആണ്. കാരണം ഇത് രണ്ടും തുല്യമാണെന്നുള്ള നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് 12, ഇത് 12, ഈ സൈഡ് 12. അപ്പൊ ഇത് 144, ഇത് 144. പ്രശ്നം അതല്ല. ഇനി നിങ്ങൾ ഇങ്ങ് പോരണം. 12 12 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 24ആണ്. ഈ അടിയിലും 24ആണ്. ഇവിടുന്ന് ഇവിടം വരെ എ ബിയുടെ നീളം 24ആണ്. ആ 24 3 തുല്യ പീസാക്കി അങ്ങ് മാറ്റി കഴിയാൻ. എന്താണ് 3 കൊണ്ട് ഹരിക്കുക. 24 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 8. അപ്പോൾ ഇത് 8, ഇത് 8, ഇത് 8. തീർന്നല്ലോ പ്രശ്നം. ഇത് 8 ആണെങ്കിൽ ഇത് 8 ആണ്, ഇത് 8 ആണെങ്കിൽ ഇത് 8 ആണ്. സ്ക്വയർ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ എല്ലാ അളവും കിട്ടി. നീളം കിട്ടി 24. വീതിയോ ബ്രിഡ്ത്തോ? കോഹോസ്റ്റ് ആയ കുട്ടിയാണ് മറുപടി പറയേണ്ടത്. കിട്ടുന്നില്ലേ? പിന്നെ നിങ്ങൾ ഇതിനെ കോഹോസ്റ്റ് ആയ 12 8 കൂടി കൂട്ടി എത്രയാ? നിങ്ങൾ അവിടെ നോക്കി മറുപടി പറയണം. കോഹോസ്റ്റ് ആയ കുട്ടികൾ മറ്റുള്ള കുട്ടികളെ മൈക്ക് മ്യൂട്ട് ചെയ്താണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കോഹോസ്റ്റ് ആക്കിയത്. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. 20 ആണ്. അത് പറയണ്ടേ? 12 8 കൂടി കൂട്ടിയാൽ എത്രയാണ്? 20. ആ 20നെ 24 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? നിങ്ങളെ കോഹോസ്റ്റ് ആക്കിയത് മിണ്ടാൻ വേണ്ടിയിട്ടാണ്. 24ന്റെ ഇരട്ടി എത്രയാണ്? 48. 48ന്റെ കൂടെ ഒരു 0 വരും. നിങ്ങളെ കോഹോസ്റ്റ് ആക്കിയത് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കോഹോസ്റ്റ് ആക്കിയത്. നിങ്ങൾ അനങ്ങാതിരിക്കരുത്. ബാക്കിയുള്ള എല്ലാ കുട്ടികളും മൈക്ക് മ്യൂട്ടാണ്. നിങ്ങൾ കളിക്കരുത്. യെസ്, മറുപടി പറയണം നിങ്ങൾ. ഇല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയാൻ നിൽക്കുന്നില്ല. വേറെ കുട്ടികളിലായിരുന്നോ? എന്റെ ചോദ്യം ഇതാണ്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് 144 തന്നു. ആ 144ന്റെ സ്ക്വയർ റൂട്ടായ 12 ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടി. ഇതും തുല്യമാണ് എന്ന് ചോദ്യത്തിൽ വ്യക്തമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 12ഉം ഇതും 12ആയി. ഇതും 144ആണ്. പിന്നെ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട. 12 12 കൂടി ചേർന്നാൽ ഈ നീളം കിട്ടി 24. അവിടെയുള്ള ആ 24നെ 3 തുല്യ ഭാഗമാക്കണം. അവിടെ 3 ഉണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 8 ആണ്. അപ്പൊ ഇവിടുത്തെ സൈഡ് 8 ആണ്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? 8 × 8 64, 8 × 8 64, 8 × 8 64, 144. ഇങ്ങനെ ചെയ്യാം. ഈ 144ഉം 144ഉം കൂട്ടുന്നു. 64ഉം 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 കൂട്ടുന്നു. ഇതെത്ര ഉണ്ടാവും? എന്താണ് ഈ കോഹോസ്റ്റ് മിണ്ടാത്ത? ഞാൻ മൈക്ക് ഓൺ ചെയ്യട്ടെ. 480. നിങ്ങള് വെറുതെ 480. 1 2 3 4 5 14 20. 480 ഉണ്ടാവും. അങ്ങനെയും ചെയ്യാം. അപ്പൊ 576 എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് തെറ്റാണ്. 480 ആണ് ശരി. കോഹോസ്റ്റ് ആയ കുട്ടികൾ പറയാൻ തയ്യാറായി നിന്നോളൂ. അവരിടക്കിടക്ക് മൈക്ക് ഓൺ ചെയ്യേണ്ടി വരും. പറയാൻ തയ്യാറായും വേണം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയത് മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ഈ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. യെസ് വരുന്നുണ്ടോ? കോഹോസ്റ്റിനോട് ചോദ്യം. യെസ് വരുന്നുണ്ടോ? യെസ്. നിങ്ങൾ അനങ്ങാതിരിക്കരുത്. ഇതാ വരുന്നു അടുത്ത ചോദ്യം. 8 ഘടകങ്ങൾ, ഫാക്ടേഴ്സ്, 8 ഘടകങ്ങൾ, 8 ഫാക്ടേഴ്സ് മാത്രമുള്ള സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? 4 ഓപ്ഷൻ തരും. ആ 4 ഓപ്ഷനിൽ 8 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ നിങ്ങൾ കണ്ടെത്തണം. 2^2 × 3^2 × 5^2 അല്ലെങ്കിൽ
2⁻³ ഇൻറ്റു 3 ആണോ, അതല്ലെങ്കിൽ 2⁻7 ഇൻറ്റു 3 ആണോ, അതല്ലെങ്കിൽ 3⁻8 നിങ്ങൾ മറുപടി പറയണം. ഇത് ഓപ്ഷൻ എ, ഇത് ഓപ്ഷൻ ബി, ഇത് ഓപ്ഷൻ സി, ഇത് ഓപ്ഷൻ ഡി. ഇങ്ങനെ 4 ഓപ്ഷനാണ്. ഈ 4 ഓപ്ഷനിൽ കുട്ടികൾ എ ബി സി ഡി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് കോഹോസ്റ്റായ കുട്ടികളോട് ഞാൻ ചോദിക്കും. ചോദ്യം ഇതാണ്: 8 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ ഇതിലേതാണ്? ഒരു വർഷം ചോദിച്ച ചോദ്യമാണ്. 2 വർഷം മുമ്പാന്ന് തോന്നുന്നു ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഘടകങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. ശരി, ഞാനിവിടെ വിശദീകരിക്കണമെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ ഇതിന്റെ ആൻസർ വിശദീകരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. യെസ്. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, 8 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ. ഇപ്രാവശ്യം ഇങ്ങനെയാ ചോദ്യം വന്നത്. സാധാരണഗതിയിൽ ഇത് ഓരോ ചെയ്തിട്ട് ഘടകം ഉണ്ടെന്നാ ചോദിക്കുക. ഇതൊരു പ്രശ്നവുമില്ല. ഇത് ബി ആണ് ഉത്തരം. കാരണം 2⁻3 3 ഇവിടെ ഉണ്ട്. 3 എന്ന് പറഞ്ഞാൽ അതിനൊരു പവർ ഉണ്ട്, അത് ഒന്നാണ്. ആ പവറിന്റെ മേലെ ഒരു +1 ഇട്ട് കൊടുക്കണം. കാരണം 1 ഈസ് എ ഫാക്ടർ ഓഫ് ഈച്ച് ആൻഡ് എവരി നമ്പർ. അപ്പോൾ ഇവിടെ ഒരു +1 ഇട്ട് കൊടുത്തു. 3 1 4, 1 1 2, 4 × 2 8. അപ്പൊ 2⁻3 ഇൻറ്റു 3 8 ഘടകം. ഇനി ഈ 2⁻3 ആരാ? 8 ആണ്. 2 3 പ്രാവശ്യം എഴുതി കുടിച്ചാൽ 8 ആണ്. 8നെ 3 കൊണ്ട് കുടിച്ചു 24 ആണെന്ന് നമുക്കറിയാം. 24ന് എത്ര ഘടകം നോക്കുന്നു? 2 കൊണ്ട് ഹരിച്ചു 12 കിട്ടി, വീണ്ടും 2 കൊണ്ട് ഹരിച്ചു 6 കിട്ടി, 2 കൊണ്ട് ഹരിച്ചു 3 കിട്ടി. നോക്കൂ നിങ്ങൾ, 2⁻2 ഇൻറ്റു 3 ആണ് ഈ സാധനം. അതിനല്ലേ എവിടെയുള്ളത്? ഇതിന് 8 ഘടകമാണ്. അപ്പം ഇനി ഇവിടെ ബാക്കിയുള്ള 2⁻3 ഇൻറ്റു 3 ആണ്. ഇനി ഇവിടെയുള്ള ഓരോന്നിനും എത്ര ഘടകം ഉണ്ടെന്നുള്ള പരിശോധിക്കാം. എന്നാ പിന്നെ ഘടകങ്ങളുടെ എണ്ണം കാണുന്നത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് തിരിയല്ലോ. ഇതാ ഇവിടെയുള്ള ഓരോന്നിനും എത്ര ഘടകമുണ്ട് എന്ന് നോക്കാം. ഇവിടെ ആദ്യത്തേതിന് എത്ര ഘടകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. 2⁻2 ഇൻറ്റു 3⁻2 ഇൻറ്റു 5⁻2. ഇവിടെ ഒരു +1 ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു +1, ഇവിടെ ഒരു +1. ശ്രദ്ധിക്കേണ്ടത്, പ്രൈം നമ്പർ ആണ് അടിയിലുള്ളതെങ്കിൽ, അഭാജ്യ സംഖ്യകളാണ് അടിയിലുള്ളതെങ്കിൽ അതിന്റെ മേലുള്ള പവറിനോട് +1 ഇട്ട് കൊടുക്കണം. പ്രൈം നമ്പർ അല്ലെങ്കിൽ പ്രൈം നമ്പർ ആക്കി മാറ്റണം. ഇപ്പൊ 2⁻2 +1, ഇവിടെയും +1, ഇവിടെയും +1. ഇത് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. ഇതെത്രയാണ്? 27. അപ്പൊ ആദ്യത്തെ 27 ഘടകമാണ്, 8 അല്ല. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് 8 ഘടകമാണ്. ഉത്തരം രണ്ടാമത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം അത് കിട്ടുന്നത് 2⁻3ന്റെ കൂടെ 3+1, ഇവിടെ 1+1. 1 ഓൾറെഡി ഉണ്ട്, 1+1. അങ്ങനെയാണ് 4 2 8 കിട്ടുന്നത്. അത് ശരിയാണ്, രണ്ടാമത്തെ റെഡി. ഇനി മൂന്നാമത്തിന് എത്ര ഘടകം ഉണ്ട് നോക്കോ. 7+1. ഇവിടെ 3ന് ഓൾറെഡി ഒരു ഘടകം ഉണ്ട്, +1. അപ്പം 8 × 2 16 ഘടകം. 16 ഘടകം ശരിയാണ്. ഇനി ഓപ്ഷൻ ഡിക്ക് എത്ര ഘടകം ഉണ്ട്? 3⁻8 എത്ര ഘടകം ഉണ്ട്? 9. 8 + 1 9. അപ്പൊ ഈ ഘടകങ്ങളുടെ എണ്ണം കാണുന്നത് സാധാരണഗതിയിൽ ചോദ്യം വരാറുണ്ട്. അത് 3-4 ടൈപ്പിൽ വരും. അത് മക്കൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഘടകങ്ങളുടെ എണ്ണം കാണുന്ന ചോദ്യം എന്തായാലും ഉണ്ടാവും. ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ വന്ന അങ്ങനെയാണെങ്കിലും ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് വരാം, അങ്ങനെ പലതും വരാം. അതില് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് വിശദീകരിക്കണമെങ്കിൽ നിങ്ങൾ പറയണം. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം ഇതാണെന്നാണ് എൻ്റെ ഓർമ്മ. 10⁻10 എത്ര ഘടകമുണ്ട്? 10⁻10 എത്ര ഘടകമുള്ളത് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ്. ഇവിടെ അടിയിലുള്ളത് 10 ആണ്. അത് കോമ്പോസിറ്റ് നമ്പർ ആണ്. ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ വിളിക്കുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി. 10⁻10 എത്ര ഘടകമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ 10 എന്ന സംഖ്യ അടിയിലുള്ളത് കോമ്പോസിറ്റ് നമ്പർ ആണ്. 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യക്കാണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുക. ഈ 10നെ നിങ്ങൾ പ്രൈം നമ്പറിന്റെ ഭാഗമാക്കി മാറ്റണം. അങ്ങനെയാണ് 2 × 5 10നെ എഴുതുന്നത്. 2ഉം പ്രൈം നമ്പറാണ്, 5ഉം പ്രൈം നമ്പറാണ്. അതിനുശേഷം ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം ഈ 10നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇപ്പൊ 2 × 5 ⁻10 ആണ്.
ഇവിടെ 2-ന് ഓൾറെഡി ഒരു പവർ ഉണ്ട്, അത് നമ്മൾ എഴുതാറില്ല, ഇപ്പൊ ഇവിടെ എഴുതിക്കോളൂ. ഇവിടെ ഒരു പവർ ഉണ്ട് 5-ന്. എന്നിട്ടോ 2 raised to 1 into 10 10 into 5 raised to 1 into 10 10. ഇതിന് രണ്ടിനെ അങ്ങനെ വേറെയാക്കണം, കാരണം രണ്ടിന് എന്ത് പ്രൈം നമ്പറാണ്. എന്നിട്ടാണ് ഇവിടെ ഒരു +1 ഇട്ട് കൊടുക്കേണ്ടത്. +1 +1. 10 1 11, 10 1 11, 11 × 11 121 നമ്മുടെ ആൻസർ. ഇങ്ങനെയാണ് ഇത് കണ്ടെത്തേണ്ടത്. അല്ലാതെ ഈ 10ന്റെ കൂടെ ഒരു +1 ഇട്ട് കൊടുത്തിട്ട് 11 എഴുതരുത്. കാരണം കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ പ്രൈം നമ്പർ ആക്കി മാറ്റിയേ മതിയോ. അവിടെയും ചിലപ്പോൾ അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾ വരാം. എങ്ങനെ വരും? അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരു ചോദ്യം പറഞ്ഞുതരാം. അത് ലേശൊരു പ്രശ്നമുള്ള ചോദ്യമാണ്, പലപ്പോഴായിട്ട് ഞാൻ തന്നതാണ്. ആൻസർ ടൈപ്പ് ചെയ്യാം. പുതിയ കുട്ടികൾ ഇതിലുണ്ട്, സെന്റ് മൈക്കിൾസിലെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ഒന്നുകൂടി എടുക്കുന്നത്. കാരണം അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ കൂടെ നമ്മുടെ ന്യൂമേഴ്സിന്റെ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ന്യൂമേഴ്സിന്റെ കുട്ടികൾക്ക് ഇനി പരീക്ഷയുടെ സെന്ററൊക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ദിവസവും ക്ലാസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ അവരുടെ ഗ്രൂപ്പിൽ ഞാൻ അറിയിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ ന്യൂമാത്സിൻ്റെ കുട്ടികളുടെ പേരൻസും കുട്ടികളും ശ്രദ്ധിക്കുക. ആ ചോദ്യം ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എന്നാണ് ക്ലാസ് എന്നുള്ളത്, എപ്പോഴാണ് അത് നമ്മൾ ഏതെല്ലാം ടൈമിലാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. അപ്പോൾ അതിനവർ തയ്യാറാവുക. ആ ടൈമൊക്കെ ഞാൻ തരുന്ന ടൈം നിങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ പരീക്ഷ അടുത്തിരിക്കുകയാണ്, 20-ാം തീയതിയാണ്. ശരി, ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു. 6 raised to 2 into 15 raised to 3 into 10 how many factors എന്ന് ചോദിച്ചാൽ ഈ സെന്റ് മൈക്കിൾസിലെ കുട്ടികൾ ഇതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടോ? യെസ്. സെന്റ് മൈക്കിൾസിലെ ഒരു കുട്ടിയുടെ പേര് പറയൂ. പേരില്ലേ? സെന്റ് മൈക്കിൾസിലെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് പറയും. ഉണ്ടെന്നില്ലേ? പേരില്ലേ? സെന്റ് മൈക്കിൾസിലെ കുട്ടികൾക്ക് പേരില്ലേ? പേര് പറയും. ഹലോ, എന്താ എല്ലാവരും പഠിച്ചു? പ്രൊവിഡൻസിലെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് പറയും. അത് പ്രൊവിഡൻസാ? യെസ്. ഓക്കെ. സെന്റ് ജോസഫ് ബോയ്സിലെ കോഴിക്കോടിലെ ഏതെങ്കിലും കുട്ടിയുടെ പേര് പറയും. ഓക്കെ. മൈക്ക് മ്യൂട്ട് ചെയ്യും. അവിടെ ഇങ്ങനെ ശബ്ദം വരുന്നുണ്ട്. മൈക്ക് ഓഫ് ചെയ്യും. മൈക്ക് ഓഫ് ചെയ്യും. ആ കുട്ടി മൈക്ക് ഓഫ് ചെയ്തില്ലെന്ന് തോന്നുന്നു. അവിടെ പൊരിയുന്നുണ്ട്. ആ പൊരിച്ചൽ ഒഴിവാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ശരി. അപ്പോൾ സെന്റ് മൈക്കിൾസിലെ കുട്ടികളുടെ ഏതെങ്കിലും കുട്ടികളുടെ പേര് പറയും. നിങ്ങൾ തന്മയ. തന്മയ കേൾക്കാമോ? പുതിയ ആളാണ്, അതുകൊണ്ടാണ്. എന്നെ നേരിട്ട് കണ്ടിട്ടില്ല അവർ, അതുകൊണ്ടാണ് ഇത് മിണ്ടാത്തത് തോന്നുന്നു. ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. മൈക്ക് അവിടെ നിന്ന് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇപ്പം മൈക്ക് ഓഫ് ചെയ്തത്. കോഹോസ്റ്റായ കുട്ടികൾ കാണുന്നുണ്ടോ ഈ ചോദ്യം? യെസ്. മൈക്കും ശ്രദ്ധിക്കണേ, അവിടെ അവശബ്ദം വരുന്നുണ്ട്, ഓഫ് ചെയ്യണം. 6 raised to 2 എന്ന് പറഞ്ഞാൽ 6 2 പ്രാവശ്യം എഴുതി ഗുണിക്കലാണ്. 15 raised to 3 അവിടെ 15 3 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 10. ഇതെല്ലാം കോമ്പോസിറ്റ് നമ്പറാണ്. എല്ലാം കോമ്പോസിറ്റ് നമ്പർ വേഗം പ്രൈം നമ്പർ ആക്കി മാറ്റിക്കോ. 2 × 3 ഇൻറ്റു 15-നെ 3 × 5 ഇൻറ്റു 10-നെ 2 × 5 എല്ലാം പ്രൈം നമ്പറായി. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? 2 × 3 ഓൾ റേസ്റ്റ് 2 എന്ന് എഴുതണം. 3 × 5 ഓൾ റേസ്റ്റ് 3 എന്ന് എഴുതണം. 10-നൊന്നും ചെയ്യണ്ട, കാരണം 2 × 5 10ആണ്. ഇത് നോക്കുക നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഓരോന്ന് വേഗം എഴുതണം. അത് A raised to M
ഓൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ എന്ന് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ രണ്ടിന് ഓരോന്നിവിടെ ഉണ്ട്, ഓരോ പവർ ഉണ്ട്. അത് സാധാരണ എഴുതാറില്ല. അപ്പൊ 2 റേസ് ടു 1 2 2 1 2 2 2 ഇൻറ്റു 3 റേസ് ടു 1 2 2 7 ഇൻറ്റു 3 റേസ് ടു 1 3 3 3 റേസ് ടു 1 3 3 ഇൻറ്റു 5 റേസ് ടു 1 3 3 ഇൻറ്റു 2 റേസ് ടു 1 5 റേസ് ടു 1. ഇനി ഇതെല്ലാം കൂടി കുടുംബക്കാരെല്ലാം അകന്ന് കിടക്കുകയാണ്. 2 റേസ് ടു 2ന്റെ കുടുംബക്കാരനാണ് 2 റേസ് ടു 1. ഇങ്ങോട്ട് വിളിക്കുക, അവൻ അടുത്തേക്ക് വരട്ടെ. 2 റേസ് ടു 2 ഇൻറ്റു 2 റേസ് ടു 1 അത് അടുത്തടുത്ത് വന്നു. ഇവരെ ഒന്നിച്ചിന് ആദ്യം ഉള്ളത് 3 റേസ് ടു 2 3 റേസ് ടു 3യും അടുത്തടുത്താണുള്ളത്. പക്ഷെ 5 റേസ് ടു 3 അകന്ന് കിടക്കുകയാണ്. 5 റേസ് ടു 3നെ അവിടെ ഇരുത്തിയിട്ട് അവന്റെ കുടുംബക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇവിടെ നിങ്ങൾ വേറൊരു കൃത്യം നിയമം ഉപയോഗിക്കണം. എ റേസ് ടു എം ഇൻറ്റു ഓൾ എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്ന ഫസ്റ്റ് ലോ ഓഫ് എക്സ്പോണന്റ് ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോൾ 2 റേസ് ടു 2 1 3 3 റേസ് ടു 3 2 5 ഇൻറ്റു 5 റേസ് ടു 3 1 4 എന്ന് വരും. എന്നിട്ട് റെഡ് ഇങ്ക് പേന എടുക്കണം. എന്തിന്? കോഹോസ്റ്റ് വിടുന്നില്ല. +1 ഈ പവറിൽ ഒരു +1 ഇട്ട് കൊടുക്കണം. കാരണം 1 എല്ലാത്തിന്റെ ഫാക്ടർ ആയതുകൊണ്ടാണ്. ഇവിടെ ഒരു +1, ഇവിടെ ഒരു +1. 3 1 4 5 1 6 4 1 5 6 5 30നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസർ റെഡി 120. ഈ 120 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായവർക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, മനസ്സിലാകാത്തവർക്ക് നോ എന്ന് ടൈപ്പ് ചെയ്യാം. കോഴ്സ് ശ്രദ്ധിക്കണം. നോ വരുന്നുണ്ടോ? നോ വരുന്നുണ്ട്, നോക്കി വെക്കണേ. കുറച്ചായാലും അധികമായാലും കുറച്ചുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഒന്നുകൂടി. വൈഭവിന് മനസ്സിലാക്കില്ല, പൊന്നൂന് തിരിഞ്ഞിക്കില്ല, പൊന്നൂനും തിരിഞ്ഞിക്കില്ല. തിരിയാത്ത കുട്ടികൾ രമ്യക്ക് തിരിഞ്ഞിക്കില്ല, ദിവ്യക്ക് തിരിഞ്ഞിക്കില്ല, ദിവ്യക്ക് തിരിഞ്ഞിക്കില്ല. അപ്പൊ ശരി. കോസ്റ്റ് കേൾക്കാം? ഒന്ന് മൈക്കിനൊന്നും പ്രശ്നമില്ലെങ്കിൽ അതൊന്ന് വിവരിച്ചെടുക്കും മോളെ. ചോദ്യം 6/2 ഇൻറ്റു 15/3 ഇൻറ്റു 10 എന്നാണ്. ഇതിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം ഈ 6 15 10 ഈ 3 സംഖ്യകളും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്, ഭാജ്യ സംഖ്യകളാണ്. അതിനെ ആദ്യം അഭാജ്യ സംഖ്യകളാക്കണം. അതിന് 6/2നെ അഭാജ്യ സംഖ്യയാക്കാൻ 2 ഇൻറ്റു 3 ഓൾ സ്ക്വയർ എന്ന് കൊടുക്കാം. പിന്നെ ഇൻറ്റു ഇട്ടിട്ട് 15നെ പ്രൈം നമ്പർ ആക്കണം. അപ്പോൾ 3 ഇൻറ്റു 5 ഓൾ സ്ക്വയർ ഓൾ റേസ് ടു 3 എന്ന് കൊടുക്കാം. പിന്നെ 10നെയാണ് മാറ്റേണ്ടത്. 10നെ 2 ഇൻറ്റു 5 എന്ന് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഓരോ സംഖ്യയുടെ മുകളിലുമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. 1 + 1 എന്നുള്ള 1 ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബ്രാക്കറ്റിലുള്ള ഓരോന്നിനും ആ പവേഴ്സ് കൊടുത്തിട്ട് താഴത്തെടുത്ത് എഴുതണം. 2 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 3 ഇൻറ്റു 5 റേസ് ടു 3 ഇൻറ്റു 2 റേസ് ടു 1 ഇൻറ്റു 5 റേസ് ടു 1. എന്നിട്ട് ഒരേപോലെയുള്ള, അതായത് കുടുംബക്കാർ തമ്മിൽ ഒരുമിച്ച് എഴുതി കൊടുക്കണം. അപ്പോ 2 റേസ് ടു 2 ഇൻറ്റു 2 റേസ് ടു 1
പിന്നെ 3 ആണ് അടുത്തടുത്ത് വരുന്നത്. അപ്പോ ഇൻറ്റു 3 2 ഇൻറ്റു 3 3. പിന്നെ 5 ആണ്. അപ്പോ ഇൻറ്റു 5 3 ഇൻറ്റു 5 1. എന്നിട്ട് ചെയ്യേണ്ടത് 2 2 3 3 5 5 അടുത്തടുത്ത് വന്നു. ഇനി അതിന്റെ പവേഴ്സ് തമ്മിൽ കൂട്ടണം. അപ്പോ 2 2 ഇൻറ്റു 2 1 2 + 1 പറയുമ്പോ 3. അപ്പൊ അടിയിലോട്ട് 2 3 എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് ഇൻറ്റു ഇട്ടിട്ട് 3ന്റെ പവേഴ്സ് തമ്മിൽ കൂട്ടുക. അപ്പൊ 3 + 2 5 3 ഇട്ട് കൊടുക്കുക. പിന്നെ ഇൻറ്റു 5 5 3 ഇൻറ്റു 5 1 4 കിട്ടുക. ആ 4 എഴുതി കൊടുത്തതിന് ശേഷം അതിനൊക്കെ കൂടെ ഒരു +1 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 3 എന്നുള്ളത് 3 + 1 കിട്ടും. അപ്പൊ 4 ഇൻറ്റു 5 + 1 6 ഇൻറ്റു 4 + 1 5. എന്നിട്ട് അതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 120. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ആ കുട്ടിക്ക് ഒരു ലൈക്ക് കൊടുക്കുക എല്ലാവരും. ശരി മോളെ, ഇവിടെ ഇതേതിനായിരുന്നു ഈ കൃത്യക നിയമം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? എവിടെയാണ് ഇത് വരുന്നത്? എന്താണ്, കുടുംബക്കാർ തമ്മിൽ ഒരുമിച്ച് വന്നതിന് ശേഷം 3 + 1 2 + 1 എന്ന് എഴുതിയ 3 അതല്ലേ? ശരി. ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്, ഈ കൃത്യക നിയമം ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെയാണ്, കണ്ടോ? അപ്പൊ ഈ 2 കൃത്യക നിയമങ്ങൾ ഫാക്ടേഴ്സ് കാണുന്ന കാര്യത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്ന കാര്യം നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇനി ഇതിന്റെ ഒരു ചെറിയ ചോദ്യം ഞാൻ തരാം. ഇത് പുതിയ കുട്ടികൾ ഇതിലുള്ളതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ ഒന്നുകൂടി തരുന്നത്. അവർ ചെയ്യട്ടെ, അവർക്കിത് ചെയ്യാനാവും നോക്കട്ടെ. ചോദ്യം ഇതാണ്: 6 × 2 × 2 4 × 3 ഹൗ മെനി ഫാക്ടേഴ്സ്? പെട്ടെന്ന് കമന്റ് ചെയ്യും. പെട്ടെന്ന് കമന്റ് ചെയ്യും. 90 അല്ല എന്ന സന്തോഷ വാർത്ത ആ കുട്ടിയെ അറിയിക്കൂ. 18 എന്നറിയിക്കൂ. ശരിക്കും ശ്രദ്ധിച്ച് ചെയ്താൽ പോകില്ല. അതുകൊണ്ടാണ് ഇതാ നോക്കോളെ. 6 2 2 × 3 എന്ന് എഴുതി all raised to 2 × 2 4 ഇവിടെ ഉണ്ട്, അത് എഴുതണം. 3 1 ഇവിടെ ഉണ്ട്, അത് എഴുതണം. 2 1 × 2 3 1 × 2 2 4 3 1. ഇവിടെ 2 കുടുംബക്കാർ അപ്പുറം ഇപ്പുറം കണ്ടോ? അവരൊന്നാക്കി. 2 2 2 4 അടുത്ത് എഴുതി. 3 2 3 1 അടുത്ത് എഴുതി. 2 4 2 6 3 2 3 3. ചോന്ന ഭാഷയുള്ള പെങ്കെടുക്കുക. +1 +1 6 1 7 3 1 4 7 4 28 ശരി. ഇത് പല കുട്ടികളും 90 ഒക്കെ ടൈപ്പ് ചെയ്തത്. 90 30 ടൈപ്പ് ചെയ്തവരുണ്ട്. എനിക്കത് മനസ്സിലാക്കി. അവരിവിടെ കൊണ്ടാച്ച് +1 ഇട്ടുകൊടുത്ത് കുടിച്ചു വിട്ടു. അതാ പറ്റിയത്. കുടുംബക്കാരൊന്നാക്കിയില്ല അവർ, അതാ പറ്റിയത്. ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രതികരണം അറിയാനുള്ള താല്പര്യമുണ്ട്. യെസ്, മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. പറയൂ, ഇത് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. യെസ്, ശരി ശരി ശരി, മനസ്സിലായി. ഇനി അത് പ്രാക്ടീസ് ചെയ്താൽ മതി നന്നായിട്ട്. കാരണം അതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. ഇനി ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണൽ മാത്രമായിരിക്കില്ല, തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അതൊക്കെ നമുക്ക് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഒരു വർഷം ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. ഓപ്ഷൻ ഞാൻ എഴുതാം. -5 കൂട്ടണം 11, -11 കൂട്ടണം 5, 5 കുറയ്ക്കണം 11, -2 കുറയ്ക്കണം 4. ഇതാണ് ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി.
എൻ്റെ ചോദ്യം എന്താവാം? ഏതോ ഒരു ഉത്തരത്തിന് തുല്യമായിട്ടുള്ളത് ഇതിൽ ഏതാണെന്നാണോ? ആയിരിക്കാം. നിങ്ങളെ ചോദ്യം കണ്ടവർ പറയും. ചോദ്യം ഇതാണ്, ഇത് നെഗറ്റീവ് ആറിന്, അങ്ങനെയാണ് ചോദ്യം. നെഗറ്റീവ് ആറിന് തുല്യമല്ലാത്തത് ഇതിലുണ്ട്. നെഗറ്റീവ് ആറിന് തുല്യമല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇതിൽ 3 കൂട്ടിയാൽ നെഗറ്റീവ് ആറിന് ഈക്വൽ ആയിരിക്കും. നെഗറ്റീവ് ആറിന് തുല്യമല്ലാത്തത് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ തന്നെയാണ്. സാധിക്കോ? ഈ 11 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. പോസിറ്റീവിന് ചിഹ്നം പ്രത്യേകം എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ -5 കൂട്ടണം 11. ഇത് എത്രയാന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. -5 രൂപ നഷ്ടം. നെഗറ്റീവ് നഷ്ടത്തിലേക്ക് നമ്മൾ പറയുന്നത് എപ്പോഴും. പോസിറ്റീവ് ലാഭവും. 5 രൂപ നഷ്ടം, 11 രൂപ ലാഭം. ഇന്നലെ ഒരു കച്ചവടം ചെയ്തു, 5 രൂപ നഷ്ടം വന്നു. ഇന്ന് കച്ചവടം ചെയ്തിട്ട് 11 രൂപ ലാഭം കിട്ടി. നിങ്ങൾ പറ, മൊത്തത്തിൽ ലാഭമാണോ നഷ്ടമാണോ? ലാഭം. നഷ്ടം. കോഹോസ്റ്റിന് പറയട്ടെ. അപ്പൊ കോഹോസ്റ്റിനോടാണ് ചോദ്യം. ഇന്നലെ ഒരു കച്ചവടം ചെയ്തു, 5 രൂപ നഷ്ടം വന്നു, അതാണ് -5. ഇന്ന് കച്ചവടം ചെയ്ത് 11 രൂപ ലാഭവും കിട്ടി. എനിക്ക് മൊത്തത്തിൽ ലാഭമാണോ നഷ്ടമാണോ? കോഹോസ്റ്റ്. ലാഭം. എത്ര രൂപ ലാഭം? 6 രൂപ ലാഭം. 6 രൂപ ലാഭം. അപ്പൊ പോസിറ്റീവ് ആറാണ് ഇതിന്റെ ഉത്തരം. ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നെഗറ്റീവ് ആറിന് തുല്യമല്ലാത്ത അവിടെ പോസിറ്റീവ് ആറാണ് കിട്ടിയത്. അപ്പൊ ഇതാണ് ശരി. മറ്റേതെങ്ങനെയല്ല നെഗറ്റീവ് ആറ് വരുന്നത് നോക്കിക്കോളെ. ഈ 5 എന്ന് എഴുതിയാൽ അതിന്റെ ചിഹ്നം പോസിറ്റീവാണ്. ഇന്നലെ 11 രൂപ നഷ്ടം വന്നു, ഇന്ന് 5 രൂപ ലാഭം വന്നു. മൊത്തത്തിൽ ലാഭമാണോ നഷ്ടമാണോ? നഷ്ടം. അപ്പൊ നെഗറ്റീവ് ആറ് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ 2 കുട്ടികളുടെ, ഒരു കുട്ടി മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ഒരു കുട്ടി മാത്രം. 11 നിന്ന് 5 കുറച്ചാൽ ശീലമുള്ളൂ. തിരിച്ച് അങ്ങോട്ട് കുറച്ച് നോക്ക്. 5 നിന്ന് 11 കുറച്ചാൽ എത്രയാണ്? -6. ഒരു കുട്ടി വന്നാൽ മതി. എല്ലാവരും കൂടി പറയണം. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് -2 നിന്ന് 4 കുറയ്ക്കലാണ്. 4 എന്ന് പറഞ്ഞാൽ +4 കുറയ്ക്കലാണ്. കുറയ്ക്കുമ്പോൾ കുറയ്ക്കേണ്ട സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടിക്കൊടുത്താൽ മതി. തിരിച്ചങ്ങോട്ട് ഉണ്ടോ? ഇതിന്റെ അർത്ഥം ഇതാണ്. ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കും അന്നേരം പറഞ്ഞാൽ -2 ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഈ പോസിറ്റീവ് ചിഹ്നം മാറ്റിയിട്ട് നെഗറ്റീവ് ചിഹ്നം ആക്കുക, തിരിച്ചങ്ങോട്ട് കൂട്ടുക. അപ്പോഴും നെഗറ്റീവ് കൂട്ടിയാൽ നെഗറ്റീവാണ്, കൂട്ടിയാൽ അവ നെഗറ്റീവ് ആണ്. ഇവിടെ 3 നെഗറ്റീവ് ആറാണ്, ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങളോട് ഇതിനെപ്പറ്റി ചോദിക്കും, അതുകൊണ്ടാണ് തന്നത്. നെഗറ്റീവ് പോസിറ്റീവ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തരും. മുമ്പ് ആ ചോദ്യം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇതാ വരുന്നു അടുത്ത ചോദ്യം. വളരെ നല്ലൊരു ചോദ്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം. ന്യൂമാത്സിന്റെ കുട്ടികൾ പ്രത്യേകിച്ച് ആ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. കുറച്ച് നീളമുള്ള ചോദ്യമാണ്. 1/, ഇത് കഴിഞ്ഞ ഹോംവർക്ക് ആയിട്ട് തന്നെന്ന് തോന്നുന്നു അല്ലേ? 1/1 × 2 ഹോംവർക്ക് ആയി തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ വിശദീകരണം വേണമെന്നല്ല കുട്ടികൾ, അതുകൊണ്ടാണ്. പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് 1/4 × 5 പ്ലസ് ഡാഷ് 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 ഡാഷ്. അങ്ങനെ 1/9 × 10. അതിന്റെ ആൻസർ എത്രയാണ്? കമന്റ് ചെയ്തോളൂ. കുട്ടികൾ കമന്റ് ചെയ്യുന്നുണ്ടോ നോക്കണേ മോളെ. 9/10 കമന്റ് ചെയ്യുന്ന കുട്ടിയെ നമുക്കൊന്ന് അറിയണം. ആ കുട്ടിയുടെ പേര് പറയാൻ പറയൂ. 9/10 കമന്റ് ചെയ്ത കുട്ടിയുടെ പേര് പറയൂ. ഓ, ലിജി ഏത് സ്കൂളാ? അവരുടെ ഐഡിയ അങ്ങനെ ആ ഐഡിയ ഉള്ള കുട്ടിയുടെ പേര് പറയൂ. മൈക്ക് ഓൺ ആണ്, പറയാം.
ആരെങ്കിലും 9/10 കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരി ഉത്തരമാണ്. ആ കുട്ടിയുടെ പേര് പറയും. ആരും കമന്റ് ചെയ്തിട്ടില്ലേ? ഹലോ, ആ പേരെന്താണ്? പേരെന്താണ്? പേര് പറയൂ. മുസമ്മിൽ. ആ മുസമ്മിലേ, 9/10 ആൻസർ ശരിയല്ലേ? വെരി ഗുഡ്. മുസമ്മിൽ ന്യൂമാത്സിന്റെ കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? ന്യൂമാത്സ് അല്ലേ? ആ, ബാക്കിയുള്ള കുട്ടികളൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യുക. മുസമ്മിലിന്റെ മൈക്ക് ഒന്ന് റെഡിയാക്കി വെക്കുക. 9/10 എന്ന ആൻസർ ശരിയാണ്. അപ്പം എങ്ങനെയാണ് കിട്ടിയത്? ഓഹോ, ഒരു മിനിറ്റ്. ഇനി മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഓക്കെ, ശരി. ഇവിടെ ഈ 1/2 മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇത് എല്ലാവരോടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം ഞാനിവിടെ വിശദീകരിക്കണ വേണേ? നിങ്ങളത് പറയേണ്ടത് വേണോ? ഓക്കെ, ശരി. മുസമ്മിലൊക്കെ ഒന്ന് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ കോഹോസ്റ്റ് ആക്കി വെക്കാമായിരുന്നു. നേരത്തെ വരുന്നില്ല, വിളിക്കുന്നില്ല. ഈ കോഹോസ്റ്റായി നിൽക്കാനും പറയാനൊക്കെ താല്പര്യമുള്ള കുട്ടികൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാലോ. 1/1 ഇത് 1/2 തന്നെയാണ്. അടുത്തത് 1/2 6 തന്നെയാണ്. അതിൽ തർക്കമില്ല. അടുത്തത് 1/12 പക്ഷെ അങ്ങനെ എഴുതിയാൽ നമുക്കിത് ഒരുത്തർ എത്തിക്കാനാവില്ല. അപ്പോഴാണ് മുസമ്മിൽ പറയുന്നത് 1/1 എന്ന് എഴുതുക തൽക്കാലം, അല്ലെങ്കിൽ 1 എന്ന് എഴുതുക. 1/1 തന്നെയാണ്. അതിൽ നിന്ന് അര കുറയ്ക്കുന്നതിന് തുല്യമാണ് ഈ സാധനം എന്ന് പറയുന്നത്. അത് ശരിയല്ലേ? 1-ൽ നിന്ന്, അതായത് 1-ൽ നിന്ന് 1/2 കുറയ്ക്കുന്നു. അപ്പൊ 1-ൽ നിന്ന് 1/2 അര കുറച്ച് കഴിഞ്ഞാൽ അരയാണ്. അപ്പൊ ഇത് 1/2 തർക്കമില്ല. പ്ലസ് അടുത്തത് നോക്കിക്കോളെ. 1/2 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എഴുതാൻ പറ്റുന്നത് 1/2 കുറയ്ക്കണം 1/3 എന്ന് എഴുതാം. കാരണം ഇതിനെ നമുക്ക് 1/2 കുറയ്ക്കണം 1/3. കാരണം സ്പ്ലിറ്റ് ചെയ്ത് തന്നെ എഴുതിയാൽ മതി. ഇത് സത്യത്തിൽ 1/6 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് കുറച്ചാൽ നമുക്ക് 1/2 1/3 കുറച്ചാൽ 1/6 ആണ്. കാരണം നിങ്ങൾ LCM എടുത്ത് ചെയ്ത് നോക്കൂ. 6 2 6-ൽ 3 പ്രാവശ്യം 1 3 3 കുറയ്ക്കണം. 6-ൽ 3 2 പ്രാവശ്യം 1 2 2. 3-ൽ നിന്ന് 1 കുറച്ചാൽ 3-ൽ നിന്ന് 2 കുറച്ചാൽ 1 1/6. അതാണല്ലോ ഇവിടെ കിട്ടുക. അതുകൊണ്ട് ശരിക്കും നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് 1/2 കുറയ്ക്കണം 1/3 എന്ന് പ്രത്യേകം എഴുതുന്നു. അത് മനസ്സിലായി. പ്ലസ് ഇവിടെ 1/3 കുറയ്ക്കണം. ഞാൻ വേറെ കളറുണ്ട്, എന്നാൽ നമുക്ക് വേഗം മനസ്സിലാവും. ഇവിടെ ഞാൻ 1/3 കുറയ്ക്കണം 1/4 എന്ന് എഴുതുന്നു. അതും മനസ്സിലായി. ഇനി അടുത്തത് പ്ലസ് 1/4 കുറയ്ക്കണം 1/5 എന്ന് എഴുതുന്നു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോളം എഴുതി മുന്നോട്ട് പോകാം. 9 വരെ ആയതുകൊണ്ട് 9 വരെയുള്ള പ്രശ്നമേ ഉള്ളൂ. ഇവിടെ അടുത്ത പ്ലസ്സിൽ എങ്ങനെ വരും എന്ന് കോഹോസ്റ്റ് പറയും. ഒരു കുട്ടി മൈക്കോ 2-3 കുട്ടികൾ പറയല്ലേ. ഒരു കുട്ടി എസാ പറയൂ. അടുത്തത് എങ്ങനെ വരും? 1/5 കുറയ്ക്കണം 1/6. 1/5 കുറയ്ക്കണം 1/6. പ്ലസ് അടുത്തത് 1/6 കുറയ്ക്കണം 1/7. 1/6 കുറയ്ക്കണം 1/7. പ്ലസ് അടുത്തത് 1/7 കുറയ്ക്കണം 1/8. 1/7 കുറയ്ക്കണം 1/8. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്ര വിശദീകരിച്ചത്. 1/8. പ്ലസ് അടുത്തത് 1/8 കുറയ്ക്കണം 1/9. 1/8 കുറയ്ക്കണം 1/9.
പ്ലസ് 1/9 കുറക്കണം 1/10. പ്ലസ് 1/9 കുറയ്ക്കണം 1/10. ഓക്കെ. ഇത്രയും വരെ എഴുതി വെച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളൂ. ഇവിടെയുള്ള ഈ -1/2 +1/2 കൂടി കൂട്ടിയാൽ അത് 0 ആയി പോകും. ഇവിടെയുള്ള -1/3 +1/3 കൂടി കൂട്ടിയാൽ 0 ആയി പോകും. -1/4 +1/4 കൂട്ടിയാൽ 0 ആയി പോകും. നിങ്ങളത് പഠിച്ചതാണ്. -5 കൂട്ടണം +5 എത്രയാണ്? നെഗറ്റീവ് കൂട്ടിയാൽ പോസിറ്റീവ് വരെ 0 ആവും. ഇത് രണ്ടും 0 ആയി പോകും. ഇത് രണ്ടും 0 ആയി പോകും. ഇത് രണ്ടും 0 ആയി പോകും. ഇത് രണ്ടും 0യിലേക്ക് പോയി. ഇത് രണ്ടും 0യിലേക്ക് പോയി. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ആൻസറിലേക്ക് പോയത് പറയും. ഹലോ, പോയല്ലേ? 9/10. അപ്പൊ വെട്ടി അത്രയും സംഖ്യകളാണോ 9 വരുന്നത്? ആ 0 കിട്ടേ. എന്നിട്ട് ലാസ്റ്റ് റിമൈനിങ് വന്ന 10 ആക്കി 8 കൊടുത്തു. അങ്ങനെ ആൻസർ. ഓക്കെ. ഇനി മുസമ്മിലിനോടാണ് എന്റെ ചോദ്യം. മുസമ്മിൽ കേൾക്കാമോ? ഇങ്ങനെയാണോ ഇത് ചെയ്തത്? യെസ്. ഒന്ന് വിശദീകരിക്കാമോ? 1/2 നമുക്ക് 1 - 1/2 എഴുതാം. 1/6 1/2 - 1/3 പ്ലസ് 1/12 1/3 - 1/4 എഴുതാം. 1/20 1/4 - 1/5 എഴുതാം. അങ്ങനെ 1 - 19 1 - 1/9 into 10 എന്നാൽ 1/90 ആണ്. 1/9 പ്ലസ് പിന്നെ 1/9 പ്ലസ് 1/9. അതായത് അവസാനം വരുന്നത് ഇവിടെയുള്ള ഈ 1ഉം അവസാനം വരുന്നത് 1 - 10 ഇവിടെ 1ൽ നിന്ന് അവസാനം 1 കുറയ്ക്കണം. ഇവിടുത്തെ 1 അവിടെ ഉണ്ട്. 1 കുറയ്ക്കണം. അവസാനം കാണുന്ന 1/10 വരിക. 1ൽ നിന്ന് 1/10 കുറച്ചാൽ എത്രയാണ്? 1നെ നിങ്ങൾ 10/10 എന്നാക്കി മാറ്റിയിട്ട് ആ 10/10 നിന്ന് 1/10 കുറച്ചാൽ 10 1 കുറച്ചാൽ 9 9/10 അങ്ങനെയല്ലേ കിട്ടിയത് മുസമ്മിൽ? ഞാൻ ഇപ്പൊ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ലേശം കട്ടി. പറയൂ. ഈ 10/10 എങ്ങനെ ലാസ്റ്റ് മനസ്സിലായില്ല. പറയാം. ഇവിടെ മോളെ, ഇവിടെ നമുക്ക് 1/9 × 10 ഇല്ലേ? അത് 1/90 അല്ലേ? ആണോ അല്ലയോ? യെസ് ഓർ നോ? അപ്പൊ 1/9 കുറയ്ക്കണം 1/10 എഴുതി. നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ സംഖ്യ മുഴുവനായിട്ട് അങ്ങ് എഴുതുക. നിങ്ങൾക്കുള്ള ഐഡിയ പറഞ്ഞാൽ ഈ സംഖ്യ മുഴുവനായിട്ട് എഴുതുക. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ സംഖ്യ മുഴുവനായിട്ട് എഴുതുക. എന്ന് പറഞ്ഞാൽ 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് അങ്ങനെ എഴുതി 1/9 × 10 വരെ എഴുതിയിട്ട് ഈ രീതിയിൽ മുഴുവൻ ക്രമീകരിക്കുക. അപ്പൊ അങ്ങനെ ക്രമീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാവും. ഇവിടെ -1/2 ഇവിടെ ഒരു +1/2 കൂടി കൂടിയാൽ അങ്ങ് ഇല്ലാണ്ടാവും. ഇല്ലാണ്ടായി കേട്ടോ. ഇവിടെ ഒരു -1/3 +1/3 ഇത് ഇല്ലാതായി. ഇതും ഇല്ലാതായി. ഇതും ഇല്ലാതായി. ഇതും ഒഴിവായി. ഇതും ഒഴിവായി. ഇതും ഒഴിവായി. ഇതും ഒഴിവായി. അവസാനം നിങ്ങൾക്ക് വരുന്നത് ബാലൻസ് വരുന്നത് 1 കുറയ്ക്കണം 1/10 ആണ്.
ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു 10 10, 10ൽ നിന്ന് 1 കുറച്ചാൽ 9, 9/10. അല്ലെങ്കിൽ 1നെ 10 ആക്കി മാറ്റാനുള്ള മാർഗം 10/10 എഴുതിയാൽ മതി. If the numerator and denominator the same number, the result will be 1. 10/10 കുറയ്ക്കണം 1/10. 10ൽ നിന്ന് 1 കുറച്ചാൽ 9, ഒരു 10 എഴുതിയാൽ മതി. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? ചോദിച്ചോളൂ. ഇവിടെ ഇതുപോലെ വലിയ സംഖ്യയാണെങ്കിൽ ഇതുപോലെ ക്രിയ ചെയ്യാണ്ട് കണ്ടുപിടിക്കാം. കാരണം ഈ ഒരു കുട്ടി ചിന്തിക്കണം, 1 ഇവിടെ ഉണ്ടാവുകയെന്നും അവസാനത്തെ 1/10 ഉണ്ടാവുന്നത് ആ കുട്ടിക്ക് ചിന്തിക്കാലോ. നോക്കിയെന്ന് അറിഞ്ഞൂടെ? ഓക്കെ, ശരി, പോകാം. മുസമ്മിൽ അടുത്ത ചോദ്യത്തിലേക്ക്. യെസ് ഓർ നോ? മുസമ്മിൽ ഓക്കെ അല്ലേ? മുസമ്മിൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് വെക്കണേ. മുസമ്മിൽ അല്ലല്ലല്ലല്ല, അത് തെറ്റി. എല്ലാത്തിനും ഇതേ ക്രിയൊന്നല്ലേ? അത് പറഞ്ഞു തരാം. അതേതാ കുട്ടി ചോദിച്ച ചോദ്യം? അതാരാ അത് ആ ചോദ്യം വന്നത്? ആ പേരെന്താ? പോയോ? ആര്? നേഹലെ. എല്ലാത്തിനും അത് ഒരേ സംഭവം എന്നല്ലേ? ഇതാ, ഇത് വേറൊന്നാണ്. 1 + 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 + 1/4 ഇൻറ്റു 1 - 1/5 ഇൻറ്റു ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ പോയി 1 - 1/99 എന്നാണെങ്കിലോ ഇതിന് വേറെ മറുപടിയാണ്. മുസമ്മിലെ ഇതിന്റെ ഉത്തരത്തിലാണ് 1 ആയിരിക്കും. സംശയം എന്താ? 1 2 2 1 2 2 2 3 3 3/2 1.5. 1.5 എന്ന് പറഞ്ഞാൽ 3നെ പകുതിയാക്കുന്നതാണ്. 2 ബ്രാക്കറ്റ് ഇട്ട് അതിന്റെ അർത്ഥം ഇൻഡു ആണ്. 1 3 3 3 1 കുറച്ചു 2/3. കണ്ടോ? തിരിഞ്ഞു വന്നു. 3/2 2/3 ഇൻഡു 1 4 4 4 1 5 5/4 ഇൻഡു 1 5 5 5 1 കുറച്ചു 4 4/5. എന്താ സംഭവിക്കുന്നത്? ചുവന്ന മഷിയുള്ള വെല്ലെടുത്തു. 3 3 പെട്ടി, 2 2 പെട്ടി, 4 4 പെട്ടി, 5 5 പെട്ടി. അവസാനം ഇത് 1 ആയിട്ട് മാറും. മുസമ്മിൽ പറഞ്ഞതുപോലെ. ശരിയല്ലേ? ആ കുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അല്ലകൊട്ടെ, ആ ചോദ്യം ഞാൻ ഒന്നുകൂടി എഴുതി എനിക്ക് പറഞ്ഞു കൊടുക്കാം. ആ ചോദ്യം ഒന്നുകൂടി ഞാൻ എഴുതിയാ നിനക്ക് പറഞ്ഞു കൊടുക്കാവോ? പറഞ്ഞു കൊടുക്കാം. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം? ഈ കൂട്ടത്തിലുള്ള ആ ചോദ്യം ഞാൻ ഒന്നുകൂടി എഴുതാം. നേരത്തെ ചോദ്യം അത് ആർക്കെങ്കിലും ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? മുസമ്മിൽ വേണ്ട, മുസമ്മിൽ നേരത്തെ വിശദീകരിച്ചാണ്. അല്ലാത്ത കുട്ടികൾക്ക് ആർക്കെങ്കിലും പേരെന്താ? ഓക്കെ, എന്നാ ശരിയേ. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാൻ പോവുകയാണ്. ബാക്കിയുള്ള കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ എഴുതാൻ പോവുക. നല്ല ക്വസ്റ്റ്യൻ ആണ്. അത്തരം വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ എളുപ്പമാവും. അതുകൊണ്ടാണ് ബാക്കിയൊക്കെ എളുപ്പമാവും. ചോദ്യം എന്തായിരുന്നു നമ്മളെ? ഇവിടുന്ന് തുടങ്ങാൻ തോന്നുന്നു. എന്നാലും അങ്ങ് എത്തും. 1 കുറയ്ക്കണം 1 × 2. ഞാൻ എഴുതാം. 1 കുറയ്ക്കണം 1 പ്ലസ് 1 കുറയ്ക്കണം 2 × 3 പ്ലസ് 1 കുറയ്ക്കണം 3 × 4 പ്ലസ് 1 കുറയ്ക്കണം 4 × 5 പ്ലസ് 1 കുറയ്ക്കണം പറഞ്ഞോ, തീർത്തും പറഞ്ഞോ. 1 കുറയ്ക്കണം 5 × 6 പ്ലസ് അടുത്തത് 1 കുറയ്ക്കണം 6 × 7 പ്ലസ് 1 കുറയ്ക്കണം 7 × 8 പ്ലസ് 1 കുറയ്ക്കണം
ഇതിന്റെ ആൻസർ അല്ലേ ചോദിച്ചത്? ശരി, ഇതിന്റെ ആൻസറാണ് ചോദിച്ചത്. ശരി ശരി, നോക്കോ. ഇവിടെ ആണ് നേരത്തെ മുസമ്മിൽ പറഞ്ഞ കാര്യം തന്നെ എടുക്കാം. 1/1/2 എന്ന് പറയും. 1/2 തരാൽ അത് 1/2 അല്ലേ മോളെ? ആ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിൽ നിന്ന് അര കുറച്ചിട്ടാണ് 1/2 കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 1/1 എന്ന 1 എഴുതാം, ഇത് 1/2 എഴുതാം. ഇത് മനസ്സിലായോ? മനസ്സിലായി. പ്ലസ് അടുത്തത് 1/2 1/3. അത് നേരത്തെ മുസഫിൽ പറഞ്ഞില്ല, 1/2 × 6 3 6ആണ്, 1/6ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൗകര്യത്തിന് വേണ്ടിയിട്ട് 1/2 കുറയ്ക്കണം 1/3 എന്ന് എഴുതുന്നു. 1/2 1/3 കുറച്ചാൽ 1/6ആണ്. അതാണ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയത്. ഇവിടെ എഴുതിയതുപോലെ തന്നെ ഇവിടെ എഴുതുന്നു. മനസ്സിലായോ? യെസ്. പ്ലസ് അങ്ങനെ എല്ലാം എഴുതുന്നു. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 1/3 കുറയ്ക്കണം 1/4 ആണ് ഇത്. പ്ലസ് അടുത്തത് 1/5 4 കുറയ്ക്കണം, അതായത് ഇവിടെ 1/3 കുറയ്ക്കണം 1/4 ഇതുപോലെ 1/4 കുറയ്ക്കണം 1/5 ആണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇത് എന്താ ഉത്തരം നോക്കൂ. 1/4 × 5 എന്ന് പറഞ്ഞാൽ 1/20 അല്ലേ? ആ 1/20 തുല്യമായിട്ട് 1/4 കുറയ്ക്കണം 1/5 വരുന്നുണ്ടോ നോക്കാം. 4ന്റെയും 5ന്റെയും LCM 20 ആണ്. 20ൽ 4 5 പ്രാവശ്യം 1 5 കുറയ്ക്കണം. 20ൽ 5 4 പ്രാവശ്യം 1 4 4 1/20 ആണ്. സംശയം എന്താ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇനി അടുത്തത് പ്ലസ് പറയുമ്പോളെ അടുത്തത് 1/5 മൈനസ് 1/6 പിന്നെ പ്ലസ് 1/6 മൈനസ് 1/7 പിന്നെ പ്ലസ് 1/7 മൈനസ് 1/8 പിന്നെ പ്ലസ് 1/8 മൈനസ് 1/9 പിന്നെ പ്ലസ് 1/9 മൈനസ് 1/10. കഴിഞ്ഞോ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഇവിടെ ഈ പ്ലസ് ചോദ വശം വരുന്നുണ്ട്. പ്ലസ് 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 ഇവിടെ ഉള്ള പ്ലസ് ഇവിടെ ഉള്ള പ്ലസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ശരി. ഇനി സംഭവിക്കുന്നത് നോക്കോ. ഈ 1/2 എന്ന നെഗറ്റീവ് 1/2 ആണ് ഇത്. ഇത് പോസിറ്റീവ് 1/2 ആണ്. ഇത് രണ്ടും ഒരേ സംഖ്യ ആയതുകൊണ്ട് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഗുണിച്ചാൽ ഇത് 0 ആവും. അതിന് സംശയമില്ല. ഇവിടെ നെഗറ്റീവ് 1/3 പോസിറ്റീവ് 1/3 കൂടി കൂട്ടിയാൽ 0 ആവും. ഇവിടെ നെഗറ്റീവ് 1/4 പോസിറ്റീവ് 1/4 കൂടി കൂട്ടിയാൽ 0 ആവും. നെഗറ്റീവ് 1/5 ഇതും കൂടി കൂട്ടിയാലും 0 ആവും. ഇത് രണ്ട് കൂട്ടിയാൽ 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 0 ആവും. അപ്പൊ ഇതെല്ലാം ഒരു വലിയ 0 ആയിട്ടാണ് വരിക. പിന്നെ ഇതിന്റെ പുറത്തുള്ളത് ആരെല്ലാം മോളെ? മിണ്ടുന്നില്ലേ? കറണ്ട് പോയോ? ഇതിന്റെ പുറത്തുള്ളത് ആരാണ്? ഹലോ, 1 കുറയ്ക്കണം 1/10 ബാക്കിയുള്ളൂ. അത് ഒരു 10 10 10 1 കുറയ്ക്കുക 9 9/10 ആണ് ആൻസർ. ഇത് മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് തരിക. ഓക്കെ, മനസ്സിലായി.
മനസ്സിലാകാത്തവര് ഈ വീഡിയോ വരുന്ന സമയത്ത് ആ വീഡിയോ നോക്കി പഠിച്ചാൽ മതി. ഈ എല്ലാ ക്ലാസ്സുകളും ഇപ്പൊ സെന്റ് മൈക്കിൾസിലെ കുട്ടികൾ കൂടി പറയുന്നത് എല്ലാ ക്ലാസ്സുകളും ലേഡർ USS എന്ന യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇത് 28ാമത്തെ ക്ലാസ്സാണ് ഈ വർഷത്തെ. 28 നമ്പർ കൊടുത്ത് വരും. 27 വരെയുള്ളത് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ അത് 1, 2, 3 ക്രമത്തിൽ വായിച്ചാൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ പ്രകാരമുള്ളത് ഇതുവരെയുള്ളത് നോക്കി മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ സ്കൂളൊക്കെ നേരിട്ട് ഞാൻ വരുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ തരുമ്പോൾ അത് എളുപ്പമാകുമെന്ന് മനസ്സിലാക്കുക. ശരി, ഇന്നത്തെ ഹോംവർക്ക് തരാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഏതെങ്കിലും ഹോംവർക്ക് പരിഹരിക്കാനുണ്ടോ? അനിൽ ഇതാണ്. അനിൽ ഇങ്ങോട്ടാണ് പോകുന്നത്. അനിലിന്റെ യാത്ര ഇങ്ങോട്ട്. എത്ര സ്പീഡിലാണ് അനിൽ പോകുന്നത്? 60 കിലോമീറ്റർ പെർ ഹവർ. 60 കിലോമീറ്റർ. ഇനി റഷീദ് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്. റഷീദ് അങ്ങോട്ട്. റഷീദിന്റെ യാത്ര അങ്ങോട്ട്, അനിലിന്റെ യാത്ര ഇങ്ങോട്ട്. റഷീദിന്റെ സ്പീഡ് എത്രയാ? 40 കിലോമീറ്റർ പെർ ഹവർ. ആർക്കാ സ്പീഡ് കൂടുതൽ? ഒരു മണിക്കൂറിൽ 60 അല്ലേ അനിലിന്റെ സ്പീഡ്? ഒരു മണിക്കൂറിൽ 40 അല്ലേ റഹീമിന്റെ സ്പീഡ്? ഇത് റഹീമാണ്, ഇത് അനിലാണ്. ഒരു മണിക്കൂറിൽ 40 അല്ലേ റഹീമിന്റെ സ്പീഡ്? അപ്പൊ മോളോട് ഞാൻ ചോദിക്കട്ടെ, ഇത് 1 മണിക്കൂർ കഴിഞ്ഞാൽ അവൻ എത്ര അകലെയായിരിക്കും? എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ 40-ലും പോയി, ഒരാൾ 60-ലും പോയി. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവർ എത്ര ദൂരെയായിരിക്കും? എന്തായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മൈക്ക് ഓണാണ്, ഓൺ ചെയ്തിട്ട് പറയാൻ പറ്റുന്ന കുട്ടികൾക്ക് പറയാം. എന്റെ ചോദ്യം ഇതാണ്, ഇവിടുന്ന് ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ എതിർ ദിശയിലാണ് രണ്ടാളും പോകുന്നത്. ഇത് ഓരോരുത്തരെ സ്പീഡ് പറഞ്ഞത് കിലോമീറ്റർ 60 ആണ് ഒരാളുടെ സ്പീഡ്, മറ്റൊരാൾ 40 ആണ് സ്പീഡ്. കൃത്യം 8 മണിക്ക് കൃത്യം 8 മണിക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് 9 മണിയായാൽ ഇവർ എത്ര അകലെയായിരിക്കും? 100. എന്താ സംശയം? അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവര് വരുന്നത് 100-ലാണ്. നിങ്ങളുടെ ചോദ്യം എന്താ? 75 മിനിറ്റിന് ശേഷം 75 മിനിറ്റ് കഴിഞ്ഞാൽ എത്രയാണെന്നാണ് ചോദ്യം. അത് പറ. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞാൽ 100 അകലെയാണ് അവർ. രണ്ട് എതിർ ദിശയിലാണ് പോകുന്നത്. അതുകൊണ്ട് 100 കിലോമീറ്ററിലാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ 1 മണിക്കൂറിന് വെറുതെ ഒന്ന് ചില്ലറയാക്കുക. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ മോളെ? 60 മിനിറ്റ്. എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് കഴിഞ്ഞാൽ ഇവര് 100 കിലോമീറ്റർ അകലെയാണ്. 60 ആകുമ്പോൾ 100 അകലെയാണ്. 30 ആകുമ്പോഴോ 50. 30 ആകുമ്പോൾ 50 ആണ്. 30 ആകുമ്പോൾ 50. 15 ആകുമ്പോഴോ 25. അപ്പോൾ 25 15 ആകുമ്പോൾ 25, 1 മണിക്കൂർ ആകുമ്പോൾ, അതായത് 60 മിനിറ്റ് ആകുമ്പോൾ 100. 60ഉം 5 കൂടി കൂട്ടി എത്രയാ? അപ്പൊ 75 മിനിറ്റ് ആകുമ്പോൾ എത്രയാണ്? 125. അപ്പൊ ആൻസർ 125 ആണ്. ഇത് മനസ്സിലാകാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? മനസ്സിലാകാത്തവരുണ്ടെ ചോദിച്ചാൽ വീണ്ടും പറഞ്ഞുതരാം. മനസ്സിലായി. അപ്പം ഒന്നുകൂടി പറഞ്ഞോ. ചോദ്യം ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുക. നേരത്തെ പറഞ്ഞ കുട്ടി ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കും മോളെ. അനിലും റഷീദും 2 എതിർ ദിശകളിലേക്ക് സഞ്ചരിക്കുകയാണ്. അനിൽ 60 കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലും റഷീദ് 40 കിലോമീറ്റർ പെർ
സ്പീഡിലുമാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ 75 മിനിറ്റിന് ശേഷം അകലം എത്ര? 75 മിനിറ്റിന് ശേഷം അകലം എത്ര എന്നുള്ളത് ചോദിച്ചാൽ ഞാൻ 75 ചില്ലറ ഉണ്ടാക്കി 60 പ്ലസ് 15 ഇതാക്കി. ഈ 60 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ആകുമ്പോൾ 60 മിനിറ്റ് 1 മണിക്കൂർ ആകുമ്പോൾ അവരുണ്ടാകുക എന്തായാലും 100 അപ്പൊ 100 അവിടെ എന്താവും. പിന്നെ 15 മിനിറ്റ് എങ്ങനെ എത്തും? അത് പകുതിയുടെ പകുതി അങ്ങനെ ആകുമ്പോൾ 15 വരുമ്പോൾ നമുക്ക് 25 കൂടി വരും. അപ്പൊ 125. n is a natural number. n ഒരു എണ്ണൽ സംഖ്യയാണ്. ഇന്നത്തെ ഹോംവർക്ക് ആണ്. ആ ഹോംവർക്കിന്റെ ഉത്തരം കാണാൻ ശ്രമിക്കുക. n is a natural number. n ഒരു എണ്ണൽ സംഖ്യയാണ്. മലയാളം ഞാൻ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് എഴുതുന്നുണ്ട്. Which among the following is always even number? അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഈവൻ നമ്പർ ആവുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ, n ഒരു നാച്ചുറൽ നമ്പർ ആണ്. എല്ലായ്പ്പോഴും അത് ഇരട്ട സംഖ്യയായിട്ട് വരുന്നത് ഇക്വേഷൻ ഏതാണ്? n+1 ആണോ? ബി. ഇപ്പൊ വേണ്ടേ, യൂട്യൂബിൽ ഇത് വരുന്ന സമയത്ത്, ഇന്ന് വരും, യൂട്യൂബിൽ വരുന്ന സമയത്ത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. n+7 ആണോ? n+2 ആണോ? ഓപ്ഷൻ സി 2n+1 ആണോ? ഓപ്ഷൻ ഡി 2n+2 ആണോ? നിങ്ങളുടെ ആൻസർ കമന്റ് ചെയ്താൽ മതി. യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് കമന്റ് ചെയ്താൽ മതി. കാരണം യൂട്യൂബിൽ എല്ലാ ചോദ്യത്തിനും ആൻസർ നിങ്ങൾ തന്നെ അറിയിക്കണം. കാരണം രാവിലെ പങ്കെടുക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം ചോദ്യ വശം ചെയ്ത n ഈസ് എൻ ഓഡ് നമ്പർ. n ഒരു ഓഡ് നമ്പർ ആണ്, ഒരു ഒറ്റ സംഖ്യയാണ്. എങ്കിൽ എപ്പോഴും ഒറ്റ സംഖ്യയായിട്ട് കിടക്കുന്നത്, എപ്പോഴും ഒറ്റ സംഖ്യ ആവുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ 2n ആണോ? ഓപ്ഷൻ ബി 3n-1 ആണോ? ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി 3n+1 ആണോ? ഓപ്ഷൻ ഡി 3n-2 ആണോ? രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, n ഒരു നാച്ചുറൽ നമ്പർ ആയാൽ ഇതിൽ ഏതാണ് ഈവൺ നമ്പർ? പിന്നെ മറ്റൊന്ന്, n ഒരു ഓഡ് നമ്പർ ആയാൽ ഇതിൽ ഏതാണ് ഓഡ് നമ്പർ? എന്ന രണ്ട് ചോദ്യങ്ങളാണ് ഇന്നത്തെ ചോദ്യം. ആ കൂട്ടത്തിൽ വേറൊരു ചോദ്യം കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. ആ ചോദ്യം കൂടി എഴുതാൻ പോവുകയാണ്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ യൂട്യൂബിൽ വരും. ഞാൻ അയക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സ്ഥിരം വരുന്ന ചോദ്യമാണ്, അത് ശ്രദ്ധിക്കുക. സ്ഥിരം വരുന്ന ചോദ്യമാണ്. ഇംഗ്ലീഷ് ഞാൻ പറയാം, മലയാളത്തിൽ എഴുതുന്നു, ശ്രദ്ധിക്കുക. ഒരു രണ്ടക്ക സംഖ്യയെ, ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട്, മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ, ഡിവൈഡ് ചെയ്തപ്പോൾ, ഹരിച്ചപ്പോൾ, ഡിവൈഡ്, ഒരു കുട്ടിക്ക് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ, a 2-digit number divided by another 2-digit number. ഹരണഫലം, ക്വസ്റ്റ്യന്റ് ഹരണഫലം, ഹരണഫലം കിട്ടിയത് 6.125 ആണ്. A 2-digit number divided by another 2-digit number give the result 6.125. എങ്കിൽ ആ രണ്ടക്ക സംഖ്യകളുടെ തുക എത്ര? ആ രണ്ടക്ക സംഖ്യകൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സം എത്ര? വാട്ട് ഈസ് ദ സം ഓഫ് ദാറ്റ് 2-digit നമ്പേഴ്സ്? അതാണ് ചോദ്യം. A 2-digit number divided by another 2-digit number gives 6.125. What is the sum of the 2-digit numbers? എന്നാണ് ചോദ്യം. ആ ചോദ്യം കൂടി ഇന്ന് കൂട്ടത്തിൽ ചേർത്ത് വെക്കുക. ഇപ്പൊ ആരും ആൻസർ കമന്റ് ചെയ്യേണ്ട, ഞാനിട്ട് കാണുന്നില്ല, നോക്കുന്നില്ല. നിങ്ങളോട് ഈ ചോദ്യം തന്നിരിക്കുന്നത്, ഈ ചോദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? ഇന്നത്തെ ഇതിന് ഓപ്ഷൻ ഒന്നും വേണ്ട, നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. A 2-digit number divided by another 2-digit number gives
6.125. What is the sum of that numbers? ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ നമ്പർ 28 എന്ന നമ്പറാണ്. 1 മുതൽ 28 വരെയുള്ള ഈ വർഷത്തെ USSന്റെ ചോദ്യങ്ങൾ അടങ്ങിയ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എല്ലാ വീഡിയോസും കൃത്യമായിട്ട് കാണുകയും നോട്ട് എഴുതി വെക്കുകയും അതിലെ അവസാനം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യുകയും ചെയ്യുക. ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട് ബുക്കിൻ്റെ ഒരു സൈഡിൽ കംപ്ലീറ്റ് ചോദ്യങ്ങൾ എഴുതി വെക്കുക. USSന്റെ പരീക്ഷ അടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ധാരാളം ചോദ്യങ്ങൾ വേണം. ആ ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. അതിൻ്റെ സമാനമായ ചോദ്യങ്ങളായിരിക്കും. നിങ്ങളുടെ ധാരാളം സംശയങ്ങൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പറ്റി. നല്ല നല്ല ചോദ്യങ്ങൾ നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വരുന്ന ക്ലാസ്സുകളിലും നല്ല നല്ല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും. ഇന്നത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. വാട്സപ്പ് ചെയ്താൽ മതി. 8686171729 എന്ന നമ്പറിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ വാട്സപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ തീർച്ചയായിട്ടും ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.